ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് വീണ്ടും മത്സരിക്കാനുള്ള ആഗ്രഹം കളയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാലക്കാട് തന്നെ നേരത്തെ മത്സരിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും പാർട്ടി പറഞ്ഞാൽ ഇപ്പോഴും എവിടെ മത്സരിക്കാനും തയ്യാറാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. ആ വാർത്ത പരത്തിയവരോട് ചോദിക്കുന്നതല്ലേ നല്ലത്. എനിക്കതുമായിട്ട് ബന്ധമില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കത്തില്ല. ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടി തന്നെ തീരുമാനിച്ചോട്ടെ. തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്, 1.5 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ മത്സരത്തിൽ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെ വിഷമത്തോടെയാണ് കാണുന്നത്. അത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് ഒരു 10-18 വർഷത്തിലേറെയായി. ഈ 18 വർഷത്തിനിടയിൽ ജനപ്രതിനിധിയായത് 1.5 വർഷം മാത്രമാണ്. പൊതുപ്രവർത്തനത്തിന് ജനപ്രതിനിധിയാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നൊരു വലിയ അവസരമാണ്. ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുക, അതും പാലക്കാട് പോലൊരു പ്രദേശം. എൻ്റെ വീട് ഇവിടെ അല്ലാഞ്ഞിട്ട് കൂടി, എൻ്റെ നാട് ഇതായിരുന്നില്ലാഞ്ഞിട്ട് കൂടി എന്നെ 2 കൈ നീട്ടി ഈ നാട് സ്വീകരിച്ചു. അത് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നതിനകത്തൊക്കെ വലിയ സന്തോഷമാണുള്ളത്. അതൊക്കെ തന്നെ വലിയ അഭിമാനമല്ലേ. അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല കൺവിക്ഷൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല കൺവിക്ഷൻസ് ഉണ്ട്. പാലക്കാടിൻ്റെ സെക്യുലർ പാരമ്പര്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം പാലക്കാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ടല്ലോ. പാലക്കാട് വലിയ ചലഞ്ചുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പാലക്കാട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച പാലക്കാട്ടെ ജനങ്ങളോട് കടപ്പാടുണ്ടെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ഏതു സ്ഥാനാർത്ഥി വന്നാലും ആരെ ജയിപ്പിക്കണമെന്നത് മതേതര മനസ്സുള്ള പാലക്കാട്ടെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. വലിയ വെല്ലുവിളി വന്ന സമയത്തെല്ലാം നാം അത് കണ്ടതാണ്. താൻ വീണ്ടും മത്സരിക്കണമെന്ന് പറയുന്നവരോട് സ്നേഹവും സന്തോഷവും മാത്രമാണുള്ളത്. പൊതുപ്രവർത്തകനായി ഇനിയും തുടരും. PK ശശിയെ UDF സ്ഥാനാർത്ഥിയാക്കുമോ എന്നതിൽ അഭിപ്രായം പറയാൻ താൻ ആളല്ല. പാർട്ടി നടപടി നേരിടുന്നതിനാൽ മറ്റു സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനിറങ്ങാൻ സാധിക്കില്ലെന്നും രാഹുൽ പറഞ്ഞു. 1.5 വർഷമായി പാലക്കാടിന്റെ MLA എന്ന നിലയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വിശദീകരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. തീർച്ചയായിട്ടും പാലക്കാട് MLA ആണല്ലോ, സ്വാഭാവികമായിട്ടും. ഇപ്പം ഞാൻ ഇവിടെ ഫിസിക്കലി പ്രസൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും പാലക്കാട് MLA എന്ന നിലയിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ, ഒരു MLA എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വീഴ്ചയും ഇന്നത്തെ ദിവസം വരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. അടുത്ത ദിവസങ്ങൾ അതിൻ്റെ 1.5 വർഷക്കാലത്തെ MLA എന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ വളരെ സന്തോഷകരമായി നിങ്ങളൊരു ചോദ്യമെങ്കിലും ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ എന്നെ വിമർശിക്കാൻ വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയാണല്ലോ സ്മൈൽ പദ്ധതി. എന്നെ വിമർശിക്കാനും എന്നെ ആക്ഷേപിക്കാനും വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിൻ്റെ വേളയിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ആരെയും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനോ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കാനോ ആളല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം ഒരു MLA എന്ന നിലയിൽ 1.5 വർഷക്കാലം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷക്കാലം, 1.5 പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ. ആ 1.5 വർഷക്കാലം കൊണ്ട് നമ്മൾ 12 വീടുകളുടെ തറക്കല്ല് ഇട്ട് നമ്മൾ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. ഇപ്പോൾ 5 വീടുകളുടെ താക്കോൽ ദാനം ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കൈമാറുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാനിവിടെ കണ്ണാടിയിൽ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് കടന്നു പോകുമ്പോഴാണ് ഒരു കുറിപ്പ് കിട്ടുന്നത്. ആ ഒരു കുറിപ്പ്, എനിക്ക് ഒരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പും, സ്റ്റേജിൽ കയറിയപ്പോൾ അടുത്ത കുറിപ്പ് അവൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ കൂട്ടുകാരൻ്റെ ഒരു കുറിപ്പും. ആ 2 കുറിപ്പും കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി, വളരെ അതേസമയം തന്നെ വിഷമവും തോന്നി. ആ സന്തോഷത്തിൽ നിന്നും വിഷമത്തിൽ നിന്നുമാണ് നമ്മൾ ഈ വീട് ചൂസ് ചെയ്യുന്നത്. ആ വീടിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മണിയോട് വലിയ സ്നേഹവും സന്തോഷവുമാണുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വളരെ വേഗത്തിൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, തറക്കല്ലിട്ട ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഓഡിറ്റോറിയം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി. അത് വളരെ വേഗത്തിൽ അത് മുന്നോട്ട് പോകുന്നു. നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ സർക്കാർ പല രീതിയിൽ നമ്മളെ മുടക്കാൻ ശ്രമിച്ച എല്ലാ പദ്ധതികളും നമുക്ക് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ ഭരണപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വീഴ്ച വന്നു എന്നുള്ളൊരു ഒരാൾക്കും, എന്നെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന ഒരു എതിരാളിക്ക് പോലും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് അതിനകത്ത് മാധ്യമപ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാത്തൂർ ഒരു സ്കൂള് അത് തകർച്ചയെ നേരിട്ടപ്പോൾ നിങ്ങളാണ് അതിന് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ ആ സ്കൂളിന് 1 കോടി രൂപയാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്.
അപ്പോൾ അതെല്ലാം നമ്മൾ കൂട്ടായിട്ട് പാലക്കാട് ഒന്നിച്ച്, അതിൽ മാധ്യമപ്രവർത്തകർ എന്നെ വിമർശിക്കുന്നവരുണ്ട്, എന്നെ എതിർക്കുന്നവരുണ്ട്, എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയേക്കുന്നവരുണ്ട്, എന്നെ ഒപ്പം ചേർത്ത് പിടിച്ചവരുണ്ട്, എന്നെ ചേർത്ത് സംരക്ഷിക്കുന്നവരുണ്ട്. അവരെല്ലാവരും കൂടെ, നമ്മളെല്ലാവരും കൂടെ പാലക്കാടാണ് നമ്മൾ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.